എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ലോകക്രമം അനുസരിച്ച് ഓരോ ദിവസം ചെല്ലും തോറും ഏറ്റവും കൂടുതൽ പരിഹാസ കഥാപാത്രമായി മാറുന്നത് അമേരിക്കൻ ജനതയുമാണ്. അത് അമേരിക്കൻ ജനതയുടെ ഒരു രീതിയിൽ പറഞ്ഞ അവരുടെ കുറ്റമല്ല. അവർ ഒരു മനസ്സുകളുടെയൊക്കെ ഉടമയാണ്. അവരൊന്നും ചിന്തിച്ചില്ലായിരുന്നു. നാം ആദ്യം ചിന്തിക്കേണ്ടത്, ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണാധികാരി ആകുമ്പോൾ അവരുടെ ബേസിക് എത്തിക്സ്, അവരുടെ ഇന്നലകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വ്യക്തിയാണ് ഒരു ബിസിനസ് പശ്ചാത്തലമുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നെങ്കിൽ അവർക്കൊരിക്കലും രാജ്യത്തെ നല്ല ഭരണാധിപൻ ആകാൻ സാധിക്കില്ല. ഇത് എല്ലാ രാജ്യത്തിലും സംഭവിച്ചതാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് കോടാനുകോടികൾ ഉണ്ടാക്കി. അതിലൂടെ അവർക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടായി. അതിൻ്റെ അവസാനം പൈസ കൂടി വരുമ്പോൾ, സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യന് പല തോന്നലും ഉണ്ടാകും. ആ തോന്നലിൽ നിന്നും രൂപം കൊണ്ടതാണ് ട്രംപിന് അമേരിക്കൻ പ്രസിഡൻ്റായാൽ നന്നായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നും ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ബിസിനസ്സുകാർ പ്രസിഡൻ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. അവർ അതിൽ കൂടി നേട്ടങ്ങൾ കൊയ്യുന്നു. എന്നാൽ അവിടെ തകർന്നു പോകുന്നത് വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച പല ബന്ധങ്ങളും, പല രാജ്യങ്ങളുമായുള്ള ബന്ധം മൊത്തം തകരുകയാണ്. അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെ അതിനെതിരുള്ള ഹോർമൂസ് കടലിടുക്കെന്നുള്ള അതിപ്പോൾ അമേരിക്കൻ കടലിടുക്കായി മാറ്റാനുള്ള ശ്രമത്തിലാണ്. നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള മുട്ട ന്യായങ്ങളും മണ്ടത്തരങ്ങളും മാത്രം കൈമുതലാക്കിയ ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡൻ്റ് ആയതിൽ ഖേദിക്കുന്നു. ജനങ്ങളും ഇന്ന് ഖേദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു മാറ്റം എപ്പോഴുണ്ടാകുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അത് അമേരിക്കൻ ഭരണഘടനയെ ബേസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ. ആ ബന്ധത്തെ മൊത്തം തകർന്ന് തരിപ്പണമാക്കി. ഇറാനുമായി പോയി യുദ്ധം തുടങ്ങി. ഇറാൻ അമേരിക്കയോട് യുദ്ധം ചെയ്തില്ല. അമേരിക്ക ഇറാനോട് പോയി വാർ ഡിക്ലെയർ ചെയ്തു, യുദ്ധം നടത്തി. അതിൻ്റെ ശിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നത് പാവം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ. ഇതിൽ കൂടെ എന്തുണ്ടായി? ആ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വലിയ വിള്ളലുണ്ടാക്കി. അമേരിക്കൻ പ്രസിഡന്റ് എന്താ ചെയ്തത്? അമേരിക്കൻ പ്രസിഡന്റ് മരുമകൻ നടത്തുന്ന ക്രിപ്റ്റോ കറൻസി ലോകമെമ്പാടും വ്യാപിപ്പിക്കണം, അത് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുന്ന ആ ഉദ്ദേശത്തിൽ അതിനുവേണ്ടി ഒരു ഭീകര രാഷ്ട്രത്തിലെ സൈനിക തലവനായ അസീം മുനാറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് അവിടെ ആഹാരവും കൊടുത്ത് എല്ലാം ശ്രമിച്ച മരുമകന് ക്രിപ്റ്റോ കറൻസിയുടെ സംവിധാനം പാകിസ്ഥാനിൽ ഉടനീളം സ്ഥാപിക്കാനുള്ള എഗ്രിമെൻ്റ് ചെയ്യിച്ചു വിട്ടു. അപ്പോൾ പുറത്ത് പറയുന്നത് ഇവർ അണുവായുധ രാഷ്ട്രമാണ്, അവർക്ക് അതാണ് സംതിങ്. അത് അപ്പോഴേ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു. അങ്ങനെ അമേരിക്കൻ ജനതയെ വഞ്ചിച്ച് ഒരു ഭീകര രാഷ്ട്രമായി കൂട്ടുപിടിച്ച് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിനും മറ്റൊന്നുമൊക്കെ മധ്യസ്ഥ വയ്ക്കാൻ വരെ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഗതികേടോർത്ത് മറ്റു രാജ്യങ്ങൾ തന്നെ ദുഃഖിക്കുകയാണ്. ഇത്ര ഗതികെട്ട ഒരു പ്രസിഡന്റിനെ അമേരിക്കയ്ക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എന്താണ് ട്രംപ് ചെയ്യുന്നത്? രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും, വൈകുന്നേരം മറ്റൊന്ന്, ഇയാൾ കിടക്കുമ്പോൾ മറ്റൊന്ന്, ഇങ്ങനെ പറഞ്ഞ് തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലുള്ള ഇതാണ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ 2-3 മാസം കഴിഞ്ഞാൽ അവർ ഒരു സെപ്പറേറ്റ് സ്ഥലത്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നത്. ഈ പരിപാടിയൊന്നും ട്രംപിനില്ല. അങ്ങനെ യാതൊന്നുമില്ല. കാരണം ട്രംപ് എന്ന് പറയുന്നതിന് മുമ്പൊരു ധനാഢ്യനുണ്ടായിരുന്നു. ചൂത് കളിച്ച് മൊത്തം സ്വത്ത് നശിച്ച് ഒന്നുമില്ലാതെ മരിച്ച ഒരു കഥയാണ് ഒരു ട്രംപ് എന്ന് പറയുന്ന വേറൊരു അമേരിക്കക്കാരനെ പറ്റിയത്. അത് തന്നെയാണ് ഇപ്പം ഇങ്ങനെ നശിപ്പിക്കുമെന്നറിയില്ല. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ബിസിനസ്സിനും കുടുംബത്തിനും വേണ്ടി
അത് ഉപയോഗം ചെയ്താൽ അതൊരിക്കലും സക്സസ് ആകത്തില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്യും ഇപ്പം നമുക്കറിയാം. നമുക്കെല്ലാം ലോക പൊളിറ്റിക്സിന് ക്രമത്തെക്കുറിച്ചൊന്ന് നമ്മൾ ഓർക്കുമ്പോൾ അറിയാം. ആരൊക്കെ സ്വച്ഛാധിപതികളാകുന്നോ, ആരൊക്കെ സ്വച്ഛാധിപതികൾ ആയി ആ രാജ്യത്തെ തകർത്ത ചരിത്രമേ ഉള്ളൂ. ഒരിക്കലും നന്നായ ചരിത്രമില്ല. ഇനി ഭരണാധിപന്മാർ എത്ര കണ്ട് കോപ്പറേറ്റീവ് കമ്പനികളുമായി അവർ ബന്ധം പുലർത്തുന്നോ അവിടെയും അവരുടെ ഇമാജിന് കോട്ടം സംഭവിക്കും. അത് എല്ലാ രാജ്യവും, ഇന്ത്യയിലും അങ്ങനെയുള്ള കോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനുള്ള അവസാനം അവർക്ക് വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഈ പ്രതാപവും പദവിയും എപ്പോഴും മനുഷ്യനോടൊപ്പം ഉണ്ടാകില്ല. അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. ഇനിയെങ്കിലും ട്രംപിനോട് പറയുന്നു, നിങ്ങൾ ഇനിയെങ്കിലും മാറുക. മാറിയില്ലെങ്കിൽ നിങ്ങളും ഈ ലോകത്ത് നിന്ന് മോശമായ ഒരു സാഹചര്യത്തിൽ പിന്തള്ളപ്പെടും. നിങ്ങൾ അർഹിക്കാത്തത് ആഗ്രഹിച്ചു, അർഹിക്കാത്തത് നിങ്ങളുടെ സ്വാധീനവും സാമ്പത്തികം കൊണ്ട് നിങ്ങൾ പ്രസിഡൻ്റായി. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെയാണ് നോക്കുക, മറിച്ച് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചോ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ജനങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല. നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് നല്ല സഖ്യമായിട്ട്, നല്ല രാജ്യവുമായിട്ടല്ല. നിങ്ങൾക്കറിയാം, എർദോഗൻ ഏറ്റവും വലിയ ഒരു മത തീവ്രവാദിയാണ്. വോട്ട് പാകിസ്ഥാൻ അതിനപ്പുറമാണ്. അവർക്ക് എപ്പോഴും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള അറബ് നാടുകളിൽ ഇപ്പം ഞങ്ങൾ ആണവ ശക്തിയാണെന്ന് പറഞ്ഞ് അവരെ പല രീതിയിൽ ഉഡായിപ്പ് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്നതും കൊണ്ട് ഇവിടെ ഭീകരവാദികൾക്കും കൊടുത്ത് സ്വയം കീശയും വിരിപ്പിക്കാൻ നടക്കുന്ന ഈ പാകിസ്ഥാന് എന്നു മുതൽ അമേരിക്ക കൂട്ടുപിടിച്ചോ അന്ന് അമേരിക്കയുടെ ആ ഇമേജ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇതിൽ നിന്ന് ട്രംപ് പിന്മാറിയില്ലെങ്കിൽ ട്രംപിൻ്റെ അവസാനം വളരെ ശോചനീയമായിരിക്കും. ലോകത്തിന് വേണ്ടത് സമാധാനമാണ്. അവിടെ ഉഡായിപ്പുകളല്ല വേണ്ടത്. നല്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും പൊളിറ്റീഷ്യനുമായി നല്ല ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാണൂ. നോക്കുക, അമേരിക്കൻ പ്രസിഡൻറ്റോടൊന്ന് പറയുന്നത്, ഈ ലോകത്ത് പല കുഞ്ഞു രാജ്യങ്ങളുണ്ട്, വലിയ രാജ്യങ്ങൾ. അവർ അവരുടെ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക, ഈ ലോകമെന്ന് പറയുന്ന ഒരു വീടാണ്, ഒരു രാജ്യമാണ്. എന്നാൽ മതത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും ഭാഷയുടെ കാര്യങ്ങളും വെച്ച് ഇങ്ങനെ വിഭിന്നമായി വേർതിരിഞ്ഞ് പോയാണ്. അതിന് പല പേരുകളും അറിയപ്പെടുന്നെങ്കിലും മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പൊളിറ്റീഷ്യനാകാൻ പറ്റൂ, ഒരു പ്രധാന പദവികൾ അലങ്കരിക്കാൻ പറ്റൂ. അതില്ലാത്തിടത്തോളം കാലം വേസ്റ്റ് ക്യാരക്ടറായിപ്പോൾ അവരെ ജനങ്ങൾ വെറുക്കപ്പെടും. അതിന് യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ അതാണ് അമേരിക്കൻ പ്രസിഡന്റിന് സംഭവിച്ചത്. അദ്ദേഹം തിരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. മറ്റുള്ളവരുടെ രാജ്യത്തെ അനാവശ്യമായി കയറി അവിടെ യുദ്ധം ചെയ്യാനും അവരെ അറ്റാക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു സമ്പാദ്യം അമേരിക്കൻ ഗവൺമെൻറ്റിന് വേണ്ട. അമേരിക്കൻ ജനത അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ട്രംപ് അതാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ കുടുംബ ബിസിനസ്സുകൾ വിപുലീകരിക്കുക, അതിങ്ങനെയുള്ള പാകിസ്ഥാനെ പോലുള്ള ഭീകരരാജ്യങ്ങളെ കൂട്ടുപിടിക്കുക, അവരെ സമാധാന ശ്രമത്തിന് നിയമിക്കുക, അവരെ മീഡിയേറ്ററാക്കുക. ഒന്നും ആകത്തില്ല, അവർ മൂലം ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് ട്രംപിനോട് പറയുന്നു, നിങ്ങൾ കഴിവുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ കഴിവ് നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, മോശമായ കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുക. ദുഃഖമുണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. നമ്മൾ ജനങ്ങൾക്കെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഈ മനുഷ്യന്, ഈ ട്രംപിന് നല്ല ബുദ്ധി കൊടുക്കണമെന്ന്. ഈ രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, ഉണരുമ്പോഴൊന്ന്, കിടക്കുമ്പോഴൊന്ന്, അങ്ങനെ സംഭവങ്ങൾ. ഒരു പ്രസിഡൻറ്റിനെ അമേരിക്കയ്ക്ക് കിട്ടുമെന്നാരും കരുതിയിരുന്നില്ല. അമേരിക്കൻ ജനതയെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ച്, അമേരിക്കൻ ജനതയ്ക്ക് മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റൂ, മറ്റു രാജ്യങ്ങൾക്ക് പറ്റില്ല. കഴിയുന്നതും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.